അടുത്തതായി നാം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ്. ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്ലാനിംഗ് എന്ന് നമ്മൾക്കറിയാം. നമ്മൾ പഠിക്കുകയും ചെയ്തു. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്ലാനിംഗ്. ആ പ്ലാനിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഒരുപാട് ദോഷങ്ങളും അല്ലെങ്കിൽ പരിമിതികളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്ലാനിങ്ങിന്റെ പരിമിതികൾ എന്നുള്ള വിഷയമാണ്. ഒന്നാമത്തെ പരിമിതി പറയുന്നത്, ഫസ്റ്റ് ലിമിറ്റേഷൻ ഓഫ് പ്ലാനിംഗ് ഈസ് പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി. പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി, അതായത് പ്രവർത്തനങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിലേക്ക് ചുരുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇടുങ്ങിയ വഴിയിലൂടെ നയിക്കപ്പെടുന്നു. ഇഫ് ദർ ഈസ് എ വെൽ ഡിഫൈൻഡ് പ്ലാൻ is drawn upon with the specific objectives, these plans then decide the future course of action, and the managers may not be in a position to change. That is, if there is a plan on the basis of a specific objectives, every activity should be directed towards the objectives through that plan only. The managers have no opportunity to deviate from that plan in accordance with the circumstances. No change is allowed. No creativity is allowed. So that will create a rigidity in action. എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ഇടുങ്ങിയ രീതിയിലേക്ക് മാറ്റുന്നു ഏതുണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ. അതായത് ഒരു ലക്ഷ്യത്തിന് അടിസ്ഥാനപ്പെടുത്തി ഒരു പ്ലാൻ തയ്യാറാക്കുകയും ആ പ്ലാനിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരുടെ പ്രവർത്തനങ്ങളും ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ആ പ്ലാനിനനുസരിച്ച് മാത്രമാകുന്നു. ചില സാഹചര്യങ്ങളിൽ ഇനീഷ്യേറ്റീവോടുകൂടി ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷെങ്കിൽ അവിടെ ഒന്നും പ്രാവർത്തികമാവില്ല. പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അതുകൊണ്ട് പറയുന്നു, പ്ലാനിംഗ് ക്രിയേറ്റ്സ് റിജിഡിറ്റി ഇൻ ഓർഗനൈസേഷൻ. അതായത് പ്രവർത്തനങ്ങൾക്ക് ചുരുക്കം സംഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും ഇടുങ്ങിയ വഴികളിലൂടെ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് റിജിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലാനിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, വിശാല ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് അർത്ഥം. രണ്ടാമതായിട്ട് പറയുന്നത്, പ്ലാനിംഗ് may not work in a dynamic environment. That is, plans are based on some assumptions about a number of dimensions like economic, political, social, cultural, etc., technological, etc. Number of environmental dimensions are there. Plans are developed on the basis of assumption about these dimensions. Assumptions means the planning premises. On the basis of some assumptions about these dimensions, every plans are prepared. And if there is any changes happened in these environmental factors, that creates a difficulty in working of that particular plan. So we can say plans are not working in dynamic environments. അതായത് പ്ലാനുകൾ തയ്യാറാക്കുന്നത് ഏതെങ്കിലും സാഹചര്യങ്ങളുടെ അസംഷന്റെ അടിസ്ഥാനത്തിലാണ്, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാളെ ഇങ്ങനെ ആയിരിക്കും, നാളെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നാളെ എക്കണോമിക് എൻവയോൺമെന്റ് ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നാളെ ടാക്സ് റേറ്റ് ഈ രീതിയിലായിരിക്കും എന്നുള്ള ചില അസംഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്ലാനുകളും അല്ലെങ്കിൽ ഓരോ പ്ലാനുകളും തയ്യാറാക്കപ്പെടുന്നത്. അപ്പൊ ആ അസംഷൻസ്, ആ കണ്ടീഷൻസ് അവർ ഉദ്ദേശിച്ച രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ പ്ലാൻ മുഴുവൻ മാറ്റേണ്ടി വരും. അതായത് ആ മാറിയ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്ലാന് പ്രവർത്തിക്കില്ല. Planning may not work in a dynamic or changing environment. That is the second limitation. Then third limitation is that planning reduce creativity. Planning reduce creativity. അതായത് ഞാൻ നേരത്തെ സംസാരിച്ചു ഒന്നാമത്തെ ടോപ്പിക്കിൽ പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി എന്ന് പറഞ്ഞു. അതുമായി കണക്ട് ചെയ്യപ്പെടുന്ന ടോപ്പിക് ആണേത്, ലിമിറ്റേഷൻ ആണേത്, പ്ലാനിംഗ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. Most of the plans are formulated by top level management. Usually rest of the members, that means the remaining level, that means the middle level and the lower level members are blind followers.
That is, most of the plans are developed by the top level management of the organization. Then the remaining part of the organization, that is the rest of the organization, that means the middle and lower level peoples or lower level managers are merely the blind followers of the plans prepared by the top level. Thus, they have no creativity or initiative to introduce something new while operating or that while working that plan. അതായത് ആ പ്ലാൻ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളോ അല്ലെ പുതിയ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ആശയങ്ങളോ ഒന്നും ഉൾക്കൊള്ളിക്കാൻ ആർക്ക് സാധിക്കില്ല? ഈ തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ലെവലുകളിലുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല. കാരണം സ്ഥാപനത്തിന്റെ പ്ലാനുകൾ മുഴുവൻ മിക്കവാറും തയ്യാറാക്കപ്പെടുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക്, അതായത് മറ്റുള്ള ലെവലുകൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലാതാകുന്നു. അതായത് ഫോളോവേഴ്സിന് ക്രിയേറ്റിവിറ്റി ഇല്ലാതാകുന്നു. അവരുടെ എബിലിറ്റി ടു ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ എന്ന് പറയുന്ന അതാണല്ലോ ക്രിയേറ്റിവിറ്റി, അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ലിമിറ്റേഷൻ ആയിട്ട് ഉള്ളത്. നാലാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് പ്ലാനിംഗ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. വളരെ ചെലവേറിയ പ്രക്രിയയാണെന്ന് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കളക്ഷൻ, analysis and evaluation of information, facts and alternatives involves a lot of cost. That is, plans are based on, I told you, the plans are based on some assumptions or some forecast. Forecast means the collection of information, collection of fact or collection of other alternative ways, etc. are involved in this planning process. The collection of these elements and the evaluation of these things involves cost. Sometimes the cost may over the benefit derived from the business, from the plan. That is, the cost may not justify or cost cannot justify the benefit derived from the plan. അതായത് ഒരിക്കൽ ചില സാഹചര്യങ്ങളിൽ പ്ലാനിനുണ്ടാകുന്ന കോസ്റ്റ്, പ്ലാനിനുണ്ടാകുന്ന ചെലവ് അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടാക്കാനുണ്ടാകുന്ന ചെലവ് ഒരിക്കലും അതിന്റെ ഗുണത്തെ ന്യായീകരിക്കില്ല എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് കോസ്റ്റ് ആയിരിക്കും കൂടുതൽ ഏതിനേക്കാള് അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടത്തെക്കാൾ. കാരണം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ്. ആവശ്യമായ ഡാറ്റകളുടെ ശേഖരണം, ആവശ്യമായ ഡാറ്റകൾ വിശകലനം ചെയ്യണം, അങ്ങനെ ഓൾട്ടർനേറ്റീവ് വേസ് കണ്ടെത്തണം, അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ചെലവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ കോസ്റ്റ് കൂടുതലാണ് ഏതിനെ സംബന്ധിച്ചിടത്തോളം? പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തായിട്ട് പറയുന്നത് പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ്. സമയം ആവശ്യമായിട്ടുള്ള പ്രക്രിയയാണ് പ്ലാനിങ്. കൂടുതൽ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പെട്ടെന്ന് നമുക്ക് സഡൻ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. പ്ലാൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരുപാട് സമയം ആവശ്യമാണ്. ലോങ് പ്രോസസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇറ്റ് ഈസ് ദ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. ടേക്ക് ടു മച്ച് ടൈം ടു കളക്ട് ആൻഡ് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഒരുപാട് സമയം എടുക്കുന്നു ഏതിനു വേണ്ടിയിട്ട്? ഓൾട്ടർനേറ്റീവ്സ് കളക്ട് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. whenever there is a need of a quick decision, we have to avoid planning due to this time consuming reason. നമുക്ക് എപ്പോഴാണോ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടത്, ആ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടുന്ന സമയത്ത് നമുക്ക് പ്ലാനിങ്ങിനെ ഒഴിവാക്കേണ്ടി വരും. കാരണം ഇത് ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് പ്ലാനിനെ ആശ്രയിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അടുത്ത ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ ആറാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് പ്ലാനിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. വിജയത്തെ പരിപൂർണമായി പ്രഖ്യാപിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് ഒരു പ്ലാനും പറയില്ല. നമുക്ക് പ്രവർത്തിക്കാനുള്ള മാർഗം പറഞ്ഞു തരുന്നു എന്നല്ലാതെ, പ്ലാനിങ്ങിലൂടെ ഒരു മാർഗം ലഭിക്കുന്നു എന്നല്ലാതെ അതിന്റെ റിസൾട്ട് മുൻകൂട്ടി പ്രവചിക്കുന്നില്ല. ഏതിലൂടെ? പ്ലാനിങ്ങിലൂടെ. അതിന്റെ റിസൾട്ട് ആപ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് 10% ഇതായിരിക്കും എന്ന് പ്രവചിക്കുന്നില്ല. ബിക്കോസ് ദ പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ ദ അസംഷൻസ് അബൌട്ട് സം കണ്ടീഷൻസ്. കാരണം പ്ലാനുകൾ എപ്പോഴും ചില കണ്ടീഷൻസുകളുടെ അസംഷന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കപ്പെടുന്നത്.
ആ കണ്ടീഷൻസുകൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ കണ്ടീഷൻസുകൾക്ക് ഉണ്ടാകുന്ന മാറ്റം, ആ അസംഷൻസിനും മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഏതിനെയും സ്വാധീനിക്കാം, പ്ലാനിനെയും സ്വാധീനിക്കും. അതുകൊണ്ട് ഏതൊരു പ്ലാനിനും ഒരു റിസൾട്ട് ഉണ്ടാകും. അത് 100% ആ പ്രെഡിക്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന റിസൾട്ട് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഒന്നാമത് പറയുന്നത് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. രണ്ടാമതായിട്ട് പറയുന്നത് പ്ലാനിങ് may not work in a dynamic environment. Third one, it reduces creativity. Fourth one, planning involves huge cost. Fifth one, it is a time consuming process. And last one, it never guarantees success. Okay, thank you.